ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുപ്പീരിയറച്ച, സെബാസ്റ്റ്യനച്ച, ജോൺസണച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവർക്ക് നോക്കി പറയാം ഹല്ലേലൂയ. പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. സുഖമാണോ എല്ലാവർക്കും? മഴയൊക്കെ കിട്ടിയോ? ചൂടൊക്കെ മാറിയോ? സന്തോഷം. പലരും വീശുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ് ചൂടുന്നത്. ഇന്ന് റെഡ് അലർട്ട് അല്ലേ കണ്ണൂർ ജില്ലയിൽ? അതുകൊണ്ടാണ് ശരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മളിന്ന് കാലത്ത് കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് റെഡോ യെല്ലോ എന്തു വേണേലും ആയിക്കോട്ടെ, അല്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ആഴ്ചകളിൽ നിങ്ങൾക്കറിയാം, അച്ഛൻ ഒരു ആഴ്ച ബീഹാറിലും 2 ആഴ്ച പഞ്ചാബിലും ധ്യാനം നടത്തുന്നതിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാം നന്നായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അച്ഛൻ ഓർക്കാണ്, ഒരു പ്രാവശ്യം അച്ഛൻ വിചാരിച്ചു ഒരു 2 മിനിറ്റ് രാത്രി ഒരു 9 മണി ആയപ്പോഴാണ്, 8:45 ആയപ്പോഴാണ്, ഒരു 2 മിനിറ്റ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിക്കാൻ കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്തുതിക്കുന്നവർ സ്തുതിപ്പ് നിർത്തുന്നില്ല. എന്നാൽ വിചാരിച്ചു എന്തായാലും സ്തുതിക്കുകയല്ലേ, ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സ്വരം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോൾ എന്താ വിചാരിച്ചു, 10 മിനിറ്റ് ആയിക്കോട്ടെ, നഷ്ടമൊന്നുമില്ലല്ലോ, 9 മണിയല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ അവർ സ്തുതിച്ച് രാത്രി 10:15 വരെ സ്തുതിപ്പായിരുന്നു. നിർത്താൻ നോക്കിയിട്ട് നിർത്താൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അച്ഛന് മനസ്സിലായി, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഭാഷാവരത്തിൽ ചില ആളുകൾ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നു, പ്രവചനവരത്തിൽ സ്തുതിക്കുന്നു. അങ്ങനെ വരങ്ങളുടെ ഒരു അഭിഷേകമൊക്കെ കർത്താവ് അനേകർക്ക് കൊടുക്കുന്നത്, അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനമായിരുന്നു സിസ്റ്റേഴ്സിനൊക്കെ കൊടുക്കുന്നത് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ 2 മിനിറ്റ് കഴിഞ്ഞാൽ കൈ താഴ്ത്തിടുന്ന സിസ്റ്റേഴ്സാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും നിർത്തുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം, നാളെ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ നന്മകളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ധ്യാനിക്കുന്നത്. എന്താണ്? ഈശോയുടെ തിരുഹൃദയത്തിന്റെ നന്മകളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് സെബാസ്റ്റ്യനച്ചൻ നമ്മളോട് സംസാരിച്ചത് ഏത് പുണ്യത്തെക്കുറിച്ചായിരുന്നു? നന്മ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഗുണങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തും? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കണ്ടെത്തും. ഈശോയുടെ ഹൃദയത്തിലുള്ളത് എന്തൊക്കെയാണ്? സ്നേഹമാണ്. ഈശോയുടെ ഹൃദയത്തിൽ സമാധാനമാണ്. ഈശോയുടെ ഹൃദയത്തിൽ സൗമ്യതയാണ്. ഈശോയുടെ ഹൃദയത്തിൽ ആനന്ദമാണ്.
ഈശോയുടെ ഹൃദയത്തിൽ ആത്മനിയന്ത്രണമാണ്. ഈശോയുടെ ഹൃദയത്തിൽ ക്ഷമയാണ്. ഈശോയുടെ ഹൃദയത്തിൽ ദയയും നന്മയും വിശ്വസ്തതയുമാണ്. ഈശോയുടെ ഹൃദയത്തിൽ ലാളിത്യമാണ്. ഈശോയുടെ ഹൃദയത്തിൽ വിധേയത്വമാണ്, അനുസരണയാണ്. ഈശോയുടെ ഹൃദയത്തിൽ വിശുദ്ധിയാണ്, ബ്രഹ്മചര്യമാണ്. ഹല്ലേലൂയ. 12 ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഗുണങ്ങളാണ്, പുണ്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. കൈയടിച്ച് നന്ദി പറയാം. നമ്മുടെ ഈ പ്രാർത്ഥന കേട്ടോ എന്ന് നമുക്കെപ്പോൾ മനസ്സിലാകും? നമ്മളുടെ പ്രാർത്ഥന ശ്രവിച്ചു. നമ്മൾ ജനിച്ച കാലം മുതൽ ചൊല്ലുന്നതാണ് ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് എപ്പോ തുടങ്ങി ചൊല്ലുന്നതാണ്? ഓർമ്മ വെച്ച നാള് മുതൽ ചൊല്ലുന്നതല്ലേ? ജനിച്ച കാലം മുതൽ എന്നൊന്നും പറയണ്ട, ഓർമ്മ വെച്ചപ്പോ മുതല് ചൊല്ലുന്നതാണ്. ഈ പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാകും? ഇല്ലേ? ഇപ്പൊ കൊച്ചുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, കൊച്ചുണ്ടായി, എങ്ങനെ മനസ്സിലായി? കൊച്ചുണ്ടായി. ഹല്ലേലൂയ. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, എങ്ങനെ ആ പ്രാർത്ഥന കേട്ടു, എങ്ങനെ മനസ്സിലായി? ജോലി കിട്ടി. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കേട്ടു എന്നെങ്ങനെ മനസ്സിലായി? തിരിഞ്ഞു നോക്കി, ഇപ്പൊ നടുവേദന ഇല്ല, രോഗം മാറി, മനസ്സിലായി. ഈ ഈശോയുടെ തിരുഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ ആക്കണമേ എന്ന പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാക്കാനുള്ള വഴിയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുക. മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത് നന്മയെ കുറിച്ചാണ്. നന്മ എന്ന പുണ്യം അല്ലെ? ആരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്? ഇന്നാണോ നവോമിയെ കുറിച്ച് പറഞ്ഞത്? ആദ്യം പറഞ്ഞത്. ഓക്കെ, ശരി, വളരെ സന്തോഷം. ഹല്ലേലൂയ എന്ന് പറഞ്ഞത് ശൂന്യംകാരി സ്ത്രീക്കുണ്ടായിരുന്നത് പോലെ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് ഒരു തീഷ്ണതയുള്ളൊരു ഹൃദയം എനിക്കുണ്ടെങ്കിൽ അതെന്താണ്? അത് ഈശോയുടെ ഹൃദയത്തിന്റെ സുഹൃതമാണ്, പുണ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ എല്ലെടുത്തിട്ട് ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ മാറ് പിളർന്ന് ദൈവം ഹവ്വായിക്ക് ജന്മം കൊടുത്തതുപോലെ കുരിശിൽ മയങ്ങിക്കിടന്ന ഈശോയുടെ ഹൃദയം പിളർന്നിട്ട് അവിടെ നിന്ന് ദൈവം പുറത്തെടുത്ത ഈശോയുടെ ഹൃദയത്തിന്റെ മണവാട്ടിയാണ് സഭ. അച്ഛനാവർത്തിക്കട്ടെ, നമുക്ക് പരിചയമുള്ള കഥയാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ മാറ് പിളർന്നിട്ട് അവന് ചേർന്ന ഒരു സഖിയെ ദൈവം അവന്റെ പാർശ്വത്തിൽ നിന്ന് രൂപപ്പെടുത്തി. ഇവിടെ മറ്റൊരു തോട്ടത്തിൽ, കാൽവരി എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ, ഒരു കുരിശിൽ ദൈവപുത്രൻ പുതിയ ആദം മയങ്ങിക്കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്, നിദ്രയാണ്. ആ നിദ്രയുടെ സമയത്ത് ദൈവം അവന്റെ മാറ് പിളർന്നു. പിതാവായ ദൈവം പുത്രനായ പുരുഷന്റെ മാറ് പിളർന്നു. ആ മാറിൽ നിന്ന് പുറത്തെടുത്ത് രക്തവും ജലവും പുറത്തെടുത്തു. അതിൽ നിന്ന് തിരുസഭ എന്ന് പറയുന്ന മണവാട്ടി, പുത്രന്റെ ഹൃദയത്തിന് ചേർന്ന മണവാട്ടിയെ ദൈവം രൂപപ്പെടുത്തി എന്നാണ് സഭാപിതാക്കന്മാർ, വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റവും അടക്കമുള്ള സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം കൂദാശകളുടെ ഉറവിടമാണെന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ കൂദാശകളും രൂപപ്പെട്ടത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് കൂദാശകൾ? മാമോദീസ എന്ന് പറയുന്ന കൂദാശ എവിടെ നിന്ന് പുറപ്പെട്ടതാണ്? അത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. മാമോദീസ കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഏതാണ്? മാമോദീസ തൊട്ടിയാണ്, അല്ലേ? ആ മാമോദീസ ജലമാണ്.
ആ ജലമെന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഹൃദയം പൊട്ടിയൊഴുകിയ തിരുജലമാണെന്ന്. ആ മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. അവിടെ ഈ ജ്ഞാനസ്നാന തൊട്ടിയിൽ ഹൃദയം പൊട്ടിയ ഹൃദയം ഒരു ജ്ഞാനസ്നാന തൊട്ടി പോലെ അവിടെ ജലമുണ്ട്. ഈ ജലം എന്തിന്റെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഈ ജലം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നിന്റെ ആദ്യ പാപത്തിൽ നിന്ന് നിന്നെ കഴുകി ശുദ്ധീകരിക്കാൻ കെൽപ്പുള്ള ആ ശുദ്ധജലമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ ആ ജലം. എസെക്കിയേൽ 36:25 ദൈവം ഇങ്ങനെ വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ കഴുകി ശുദ്ധമാക്കും, വിഗ്രഹങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ കഴുകും. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, നമ്മെ കഴുകി വിശുദ്ധീകരിക്കാൻ തക്കവിധം ശുദ്ധിയുള്ള ജലം ഏത് നദിയിൽ നിന്ന് കിട്ടും? ഈ ലോകത്തിലുള്ള ഒരു നദിക്കും നമ്മുടെ പാപങ്ങൾ കഴുകി മാറ്റാനുള്ള ഒരു ശക്തിയില്ല. അത് നമ്മൾ പുണ്യനദികൾ എന്ന് വിളിക്കുന്ന ഏത് നദിയുമായിക്കൊള്ളട്ടെ, കേരളത്തിലുള്ള നദിയായിക്കൊള്ളട്ടെ, ഉത്തരേന്ത്യയിലെ നദിയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള നദിയായിക്കൊള്ളട്ടെ, റോമിലുള്ള നദിയിൽ പോയി കുളിച്ചാൽ നമ്മുടെ പാപം മാറോ? ഇല്ല. അപ്പൊ റോമിലുള്ള നദി കുളിച്ചിട്ട് കാര്യമില്ല. ഇസ്രായേലിലുള്ള നദി പോയി കുളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, പാപം മാറില്ല. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുണ്യ നദികളുണ്ട്. അവിടെ പോയി കുളിച്ചാൽ പാപം മാറോ? ഇല്ല. അച്ഛൻ അങ്ങനെ കുറച്ച് നദികളിൽ കുളിച്ചിട്ടുണ്ട്. പാപം മാറിയില്ല എന്ന് മാത്രമല്ല, ചൊറിച്ചില് കൂടി. ഹല്ലേലൂയ. പിന്നെ പെരിയാറൊക്കെ നമ്മുടെ വീടിന്റെ അടുത്താണ്. അപ്പൊ അതിൽ കുളിച്ചിട്ട് ജനിച്ച പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നമ്മെ ശുദ്ധിയാക്കാൻ ലഭിക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന ശുദ്ധജലം ആദിപാപത്തിൽ നിന്ന് പോലും നമ്മെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ആ ശുദ്ധജലം ഒഴുകുന്നത് തിരുഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മാമോദീസ എന്ന കൂദാശ രൂപപ്പെട്ടത്, പിളർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് എന്ന്. ഹല്ലേലൂയ. മാമോദീസയിൽ ജലം കൊണ്ട് നമ്മുടെ ആത്മാവിനെ കഴുകുക മാത്രമല്ല, അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ജലം ആത്മാവിന്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേരുകയാണ്. എന്താണ് അതിന്റെ റിസൾട്ട്? അതിന്റെ റിസൾട്ടിനെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് മിടിച്ചു തുടങ്ങുകയാണ്. പതുക്കെ പതുക്കെ ഈശോയുടെ ഹൃദയമിടിപ്പിന്റെ താളം എന്റെ ഹൃദയമിടിപ്പിന്റെ താളമായി മാറുന്ന കൂദാശയാണ് മാമോദീസ എന്ന കൂദാശയെന്ന് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതായത് പാപം കഴുകി മാറ്റുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്റെ ഹൃദയമിടിപ്പിന്റെ താളം എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളുടെ താളമെന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ഹൃദയത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്, അതിന് ചില ഡയറക്ഷൻസ് ഉണ്ട്. ആ ഡയറക്ഷൻസിന്റെ താളം. ചില മോഹങ്ങളുണ്ട്, ഇല്ലേ? ആഗ്രഹങ്ങള്, മോഹങ്ങള്, അതെല്ലാം ഈശോയുടെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് തുടങ്ങുകയാണ്. ഏത് കൂദാശയിലൂടെ? മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ. ഹല്ലേലൂയ. Our hearts are made to beat in rhythm with his receiving the initial spark of his divine life. Receiving the initial spark of his divine life. ഈശോയുടെ ആ ദൈവികമായ ജീവിതത്തിന്റെ ഒരു ആദ്യ കണം നമ്മളിലേക്ക് വന്നു വീഴുകയാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, മാമോദീസയുടെ ഉറവിടം ഈശോയുടെ തിരുഹൃദയമാണെന്ന്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ഏത് കൂദാശയാണുള്ളത്?
സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശയിൽ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഈ തിരുഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അഗ്നിച്ചൂളയാണ്. തിരുഹൃദയത്തിന്റെ പിക്ചർ എങ്ങനെയാണ്? അവിടെ ഒരു അഗ്നിജ്വാല കാണുകയാണ്. ഇങ്ങനെ തീ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അത് എന്തിന്റെ ഫർണസാണ്? സ്നേഹത്തിന്റെ അഗ്നിജ്വാലയാണ്. ഫർണസ് ഓഫ് ചാരിറ്റിയാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹജ്വാലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ഈശോ എന്താണ് ചെയ്യുന്നത്? തന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നി പങ്കുവെച്ചു തരികയാണ്. ഈശോയുടെ ഹൃദയത്തിൽ അഗ്നിജ്വാലയുണ്ടെങ്കിൽ അത് നിന്റെ ഹൃദയത്തിലേക്കും അതിൽ നിന്ന് ഒരു തീക്കൊള്ളി എടുത്തെറിയുകയാണ്. വെറുതെ ഒരു പൊരിയല്ല. മാമോദീസയിൽ കിട്ടിയത് ഒരു പൊരിയാണ്. സ്ഥൈര്യലേപനത്തിൽ ഒരു അഗ്നിജ്വാല പങ്കുവയ്ക്കപ്പെടുകയാണ്. മാർഗ്രറ്റ് മേരി അലക്കോക്കിന് 1673 ഡിസംബർ മാസം 27 ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഡിസംബർ മാസം 27 ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, ദ ബിലവഡ് ഡിസൈപ്പിൾ, ഈശോയുടെ പ്രിയ ശിഷ്യൻ, ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടന്ന ആ ശിഷ്യന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഡിസംബർ 27. 1673 വർഷത്തിന്റെ ഡിസംബർ 27 വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ജ്വലിക്കുന്ന തിരുഹൃദയം അവളെ കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവൾ കാണുകയാണ് തന്റെ ഹൃദയം ഈശോ എടുത്തുകൊണ്ടുപോവുകയാണ്. അവളിൽ നിന്ന് ഈശോ അവളുടെ ഹൃദയം എടുത്തുകൊണ്ടുപോവുകയാണ്. അവിലായിൽ അമ്മത്രേസ്യക്കുണ്ടായതുപോലെയുള്ള ഒരു അനുഭവം. പക്ഷെ അമ്മത്രേസ്യക്ക് ഈശോ തന്റെ ഹൃദയം കൊടുത്തു, അവളുടെ ഹൃദയം എടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഹൃദയം നിനക്ക്, നിന്റെ ഹൃദയം എനിക്ക്. പക്ഷേ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് തിരിച്ചൊന്നും കൊടുത്തില്ല. അവളുടെ ഹൃദയം ഈശോ എടുത്തുകൊണ്ട് പോയിട്ട് ജ്വലിക്കുന്ന ഈശോയുടെ ഹൃദയത്തിൽ കൊണ്ടുപോയിട്ടു. ഈശോയുടെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്? ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ കാണുകയാണ് തന്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരാറ്റം കിടന്നിങ്ങനെ തിളക്കുന്നത് പോലെ തന്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിൽ കിടന്നിങ്ങനെ തിളച്ചു മറിയുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. അപ്പൊ അവള് പറഞ്ഞു, എനിക്കും എന്തെങ്കിലും താ, അല്ലേ? അങ്ങോട്ട് മാത്രം പോരല്ലോ. അപ്പോ ഈ നമ്മൾ നമ്മുടെ ഹൃദയം എവിടെ കിടന്ന് തിളക്കുന്നതാണ് കാണുന്നത്. അല്ല, അതുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് മാർഗ്രറ്റിന്റെ മാത്രം കാര്യമാണ്. നമ്മുടെ ഹൃദയം അടുപ്പേ കിടന്ന് ചട്ടി കിടന്ന് അവിടെ ഇവിടെയും കിടന്ന് കിടക്കുക. കർത്ത ഒരുത്തം പറഞ്ഞു, അച്ഛാ, അവൾ എന്റെ ഹൃദയം ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി. അവൾ എന്റെ ഹൃദയം കട്ടുകൊണ്ടുപോയി. ഒരു പയ്യൻ പറഞ്ഞാണ് അവൾ ഗോസ്റ്റിംഗ് ആണെന്ന്. നിങ്ങൾക്ക് ഭാഷയൊന്നും അറിഞ്ഞുകൂടല്ലോ, അച്ഛനും അറിഞ്ഞുകൂടാ. കാരണം അപ്പൊ അച്ഛൻ ചോദിച്ചു, ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൾ ഇങ്ങനെ നമ്മുടെ ചുറകെ തെറ്റി നടക്കും, പ്രേതം നടക്കുന്നത് പോലെ. അവസാനം നമ്മുടെ ഹൃദയം എടുത്തിട്ട് തേച്ചൊട്ടിച്ചിട്ട് പോകും. അതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മക്കള് എപ്പോഴെങ്കിലും നിങ്ങളോട് അവൾ എന്നെ ഗോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊള്ളാം. വേറൊന്നും ഇങ്ങനെ കണ്ണും പിടിച്ച് നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പിള്ളേര് പറയാണ്, അച്ഛൻ ഞാൻ ഇപ്പോ ബെഞ്ചിങ്ങിലാണ്. ഒരുത്തം പറഞ്ഞാണ്, ഞാൻ ബെഞ്ചിങ്ങിലാണ്. അച്ഛൻ ചോദിച്ചു, മോനെ നിനക്ക് ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പഴയ, ഇപ്പൊ ഇവിടെ ബെഞ്ചൊന്നുമില്ല, 4000 കസേര ഇവിടെ ഉണ്ട്, ഏതെങ്കിലും ഒരു കസേരയിലേക്ക് ബെഞ്ചിൽ അല്ല അച്ഛാ, അവൾ എന്നെ ഇപ്പൊ ബെഞ്ചിങ്ങിലാണെന്നോ, ബെഞ്ചിങ്ങിൽ ഇരുത്തി. എന്താന്ന് ചോദിച്ചാൽ പറയാണ്, അവൾക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്.
അവളെങ്ങാനും ഏതെങ്കിലും കാരണവശാൽ ഇവനെ ഉപേക്ഷിച്ച് പോയാൽ, ഇവളെ ഉപേക്ഷിച്ചാൽ ഇവനായിരിക്കും അടുത്ത ആള്. അതാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെയാണ് തിരുഹൃദയത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ മതി. ഓക്കെ അല്ലേ എല്ലാവരും? ഹല്ലേലൂയ. അപ്പൊ പിള്ളേര് വന്നിട്ട് നിങ്ങളോട് അമ്മേ ഞാനിപ്പോ ബെഞ്ചിങ്ങിലാണെന്ന് പറഞ്ഞ വാ മോനെ കസേര മേടിച്ചു തരാം എന്ന് പറയരുത്. ഓക്കെ, ശരി, തിരിച്ചു വരിക. അപ്പൊ നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുഹൃദയം. തിരിച്ചു വന്നേ. ഓക്കെ, ഈ മാർഗ്രേറ്റ് മേരി അലക്കോക്കിന്റെ ഹൃദയം എവിടെ കിടന്ന് തിളക്കുകയാണ്? അവിടെയും ഇവിടെയും അവന്റെയും ഇവന്റെയും ഹൃദയത്തിൽ കിടന്ന് തിളക്കല്ല, ഈശോയുടെ ഹൃദയത്തിൽ കിടന്ന് തിളയ്ക്കുകയാണ്. അവൾക്ക് സമ്മാനമായിട്ട് ഈശോയുടെ ഹൃദയത്തിന്റെ അഗ്നിജ്വാല ഒരല്പം എടുത്തിട്ട് അവളുടെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. അവളുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ ഉള്ളിൽ ഇതൊരു തീ പോലെ പടരുകയാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഈശോ തന്നെ കോരിയെടുത്ത സ്നേഹത്തിന്റെ കനൽ അവളുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് ചൂടുപിടിക്കുകയാണ്. അവള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, സഹിക്കാൻ പറ്റുന്നില്ല, സത്യം പറയുന്നോണ്ട് ഈശോയെ ഒന്നും തോന്നരുത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചൂടുപിടിച്ച് തിളക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണത്? തണുത്ത് മരവിച്ച് കിടക്കുന്ന നമ്മളുടെ വിശ്വാസ ജീവിതം, ലൂക്ക് വാം ഹാർട്ട് എന്നാണ് അതിനെ പറയുന്നത്. തണുപ്പുമില്ല ചൂടുമില്ല. വിശ്വാസം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുഴപ്പമില്ല. പ്രാർത്ഥനാ ജീവിതമൊക്കെ അങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല. കുടുംബജീവിതം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ലതാണെന്ന് പറയോ? ഇല്ല. മോശമാണെന്ന് പറയോ? ഇല്ല. പരീക്ഷ എഴുതി വരുന്ന പിള്ളേരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ലൂക്ക് വാംനെസ്. നല്ലതാണെന്നും പറയാൻ പറ്റുന്നില്ല, മോശമാണെന്നും പറയാൻ പറ്റില്ല. ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ ഞാൻ നിന്നെ തുപ്പിക്കളയും എന്നുള്ളൊരു വചനമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തണുത്ത് ലൂക്വാമായിട്ടുള്ള മന്നിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതത്തെ തീഷ്ണതയുള്ള സ്നേഹമായി രൂപാന്തരപ്പെടുത്തുന്ന അഗ്നിയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ആ ഒരർത്ഥത്തിൽ സഭാപിതാക്കന്മാർ പറഞ്ഞു, സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശയുടെയും ഉറവിടം ഈശോയുടെ തിരുഹൃദയമാണ്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ഏതാണ് മൂന്നാമത്തെ കൂദാശ? കുർബാന എന്ന് പറയുന്ന കൂദാശ. ഹല്ലേലൂയ. കുർബാന എന്ന് പറയുന്ന കൂദാശ ഡയറക്റ്റ് ആണ്. ഈശോയുടെ ആ കുർബാന, ദിവ്യകാരുണ്യം, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയമാണ്. ദ യൂക്കറിസ്റ്റിക് ഹാർട്ട് ഓഫ് ജീസസ് എന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന ഇടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ തിരുശരീരം, എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുമല്ല. ഇപ്പൊ നമ്മുടെ വിളക്കന്നൂരുള്ള ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ തിരുമുഖം പതിഞ്ഞു എന്നുള്ള അത്ഭുതമാണ്, അത് വേറെ. അതുകൂടാതെ ഈ തിരുവോസ്തി മാംസമായി മാറിയ ചില അത്ഭുതങ്ങളുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. ഇറ്റലിയിലുള്ള ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഈശോയുടെ ഈ തിരുവോസ്തി മാംസമായി മാറിയിട്ടുണ്ട്. ഇറ്റലിയിലാണത്. നമ്മളുടെ നേരത്തെ ഉണ്ടായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ സ്വന്തം രൂപതയായിരുന്ന ബോനസ് ഐറസ് എന്ന് പറയുന്ന സ്ഥലം, അർജന്റീനയിലുള്ള, അവിടെ ഇതുപോലെ തിരുവോസ്തി മാംസമായി മാറിയതിന്റെ അത്ഭുതങ്ങളുണ്ട്, മറ്റു സ്ഥലങ്ങളിലുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഈ മാംസമായി മാറിയ തിരുവോസ്തി, ഈ ടിഷ്യൂ, എങ്ങനെയാ അതിനെ പറയുന്നത്, ആ മാംസരും, അത് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിന്റെ എല്ലാ പരിശോധനകളിലും അവസാന ഫലം ഇങ്ങനെയായിരുന്നു: ഈ ടിഷ്യൂ മയോകാർഡിയം,
എന്താണ് പറഞ്ഞേ? മയോകാർഡിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിന്റെ മസിൽസിനെയാണ് ഈ മയോകാർഡിയം എന്ന് പറയുന്നത്. ടിഷ്യൂവിനെയാണ്, ഹാർട്ടിന്റെ ടിഷ്യൂ ആണ്, കൈയുടെയും കാലിന്റെ അല്ല. കൈയുടെ ഒരു ഭാഗം കിട്ടി മയോകാർഡിയം ആണെന്ന് പറയില്ല. ഹല്ലേലൂയ. അപ്പൊ ഹാർട്ടിന്റെ ടിഷ്യൂ, പ്രത്യേകിച്ച് ഇടത്തെ വെൻട്രിക്കിൾ, ഹൃദയത്തിന് വലതേ അറയുണ്ട്, അതിന്റെ ഇടതുവശത്തുള്ള അറയുടെ ഭാഗമാണ് ഈ ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കഠിനമായ ശാരീരിക പീഡനവും കഠോരമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഈ ടിഷ്യൂ എന്നാണ് സയന്റിഫിക് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയം തന്നെയാണ് ദിവ്യകാരുണ്യം. നമ്മൾ കൈനീട്ടി സ്വീകരിക്കുന്നത് ഈശോയുടെ തുടിക്കുന്ന, മിടിക്കുന്ന, ജീവനുള്ള, ചോരവാർന്നൊലിക്കുന്ന, സ്നേഹത്താൽ അഗ്നിജ്വാലയുള്ള അഗ്നികുണ്ഡത്തെയാണ്, ആ തിരുഹൃദയത്തെയാണ് നമ്മൾ കൈനീട്ടി സ്വീകരിക്കുന്നത്. ആ തിരുഹൃദയത്തെയാണ് നമ്മൾ നാവിൽ സ്വീകരിക്കുന്നത്. നാവിൽ അത് തീക്കട്ടയായി അലിയുന്നു എന്ന് നമ്മൾ പാടുന്ന പാട്ടിന്റെ അർത്ഥം അതാണ്. ഈ തിരുഹൃദയം അഗ്നി കൊണ്ട് ജ്വലിക്കുകയാണ്. നാവിൽ അലിയുന്ന തിരുഹൃദയ തീക്കട്ടയാണ് ഈശോ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തോത്രം. അപ്പോൾ കുർബാന എന്ന് പറയുന്ന കൂദാശയുടെ ഉറവിടം എവിടെയാണ്? ഈശോയുടെ തിരുഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് ആ കൂദാശ വരുന്നത്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയം നമ്മളെ പ്രതിയുള്ള സ്നേഹത്താൽ ജ്വലിക്കുകയാണ്, അല്ലേ? ആണോ? അതെ. നമ്മുടെ ഹൃദയമോ? നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ല, ചിരിക്കുകയാണ്. ഈശോയുടെ ഹൃദയം ജ്വലിക്കുന്ന ഹൃദയം. നമ്മുടെ ഹൃദയം, ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയമാണ്. നമ്മുടെ ഹൃദയമോ? നമ്മൾ പറയും, ആരുടെ ഹൃദയത്തിനും എന്ത് പറ്റിയാലും എന്റെ ഹൃദയത്തിന് ഒന്നും പറ്റരുത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റിയാൽ, നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും വേദന ഉണ്ടായാൽ, വേദന ഉണ്ടാക്കുന്നവൻ വിവരം അനുഭവിക്കും. അത് തന്നെ, വിവരം അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്ബാസിനച്ഛൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? നമ്മൾ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ശാപം എന്ത് ചെയ്യും? കൂടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, 1559 ഒക്ടോബർ മാസം 29 1509 ഒരു പ്രാവശ്യം ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാലാക വരികയാണ്. സെറാഫിൻ മാലാക എന്ന് പറയുന്ന മാലാക എന്ന് പറഞ്ഞാൽ, ഈ സെറാഫിൻ മാലാകയുടെ ഒരു പ്രത്യേകത, അഗ്നി പോലെ ജ്വലിക്കുന്ന മാലാകയാണ് സെറാഫുകൾ എന്ന് പറയുന്നത്. സെറാഫുകൾ ആയിട്ടുള്ള മാലാകമാരുടെ പ്രത്യേകത, അതിങ്ങനെ അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഈ മാലാക ഒരു ചെറിയ കുന്തമുനയായിട്ട് വരികയാണ്. ഈ കുന്തമുനയുടെ അറ്റത്ത് ഒരു തീനാളമുണ്ട്. നിങ്ങൾ ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മുനയുടെ ഈ ആരോയുടെ അറ്റത്ത് തീ വരികയാണ്. ആ തീ വരുന്ന ആ കുന്തമുന കൊണ്ട് അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിലേക്ക് ഈ മാലാക ഏകദേശം 5 പ്രാവശ്യം ആഞ്ഞു കുത്തുകയാണ്.
കുത്തുന്നു, വലിച്ചെടുക്കുന്നു, കുത്തുന്നു, വലിച്ചെടുക്കുന്നു. അങ്ങനെ അമ്മ ത്രേസ്യക്ക് ട്രാൻസ്വെർബറേഷൻ എന്ന് പറഞ്ഞേ. ട്രാൻസ്വെർബറേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയം പിളർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ്. 1559 എന്ന് പറയുമ്പോൾ അമ്മ ത്രേസ്യക്ക് എത്ര വയസ്സുള്ള സമയം? 44 വയസ്സുള്ള സമയമാണ്. അമ്മ ത്രേസ്യക്ക് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. അമ്മ ത്രേസ്യ പറയുകയാണ്, ഞാൻ പിന്നീട് ജീവിച്ചത് മുഴുവൻ ഈ മുറിവേറ്റ ഹൃദയവുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യക്ക് പഞ്ചക്ഷതങ്ങൾ ഉണ്ടായി. പഞ്ചക്ഷതങ്ങൾ അവൾക്ക് കയ്യിലും കാലിലുമായിരുന്നില്ല. 5 മുറിവുകളും ഹൃദയത്തിൽ തന്നെയായിരുന്നു. അമ്മ ത്രേസ്യ മരിച്ചതിന് ശേഷം അവളുടെ ശരീരം ജീർണിക്കാതെ ഇരുന്ന സമയത്ത് അവളുടെ ഹൃദയം ഈ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് വേർതിരിച്ചു. അത് പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു, അമ്മ ത്രേസ്യക്ക് ഉണ്ടായത് കേവലം ഒരു ആത്മീയാനുഭൂതി മാത്രമായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അമ്മ ത്രേസ്യ ജീവിച്ചത് ഈ മുറിവേറ്റ പൊട്ടിയ ഹൃദയവുമായിട്ടാണ് എന്ന്. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രത്തിന് ഇത് ഇമ്പോസിബിൾ ആണ്. ഒരാൾക്ക് പൊട്ടിയ ഹൃദയവുമായി ജീവിക്കാൻ പറ്റുകയില്ല. മുറിവുള്ളൊരു ഹൃദയവുമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ അതേ വൈദ്യശാസ്ത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, അമ്മ ത്രേസ്യയുടെ ഹൃദയം മുറിവേറ്റ ഹൃദയമായിരുന്നു. ഈ മുറിവുള്ള കുത്തി തുറക്കപ്പെട്ട ഒരു ഹൃദയവുമായിട്ടാണ് 44-ാമത്തെ വയസ്സ് മുതൽ അവൾ മരിക്കുന്നത് 67-ാമത്തെ വയസ്സിലാണ്. ആ കാലം വരെ അമ്മ ത്രേസ്യ ജീവിച്ചത് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയം എന്നോടുള്ള സ്നേഹത്തെ പ്രതി കുത്തിപ്പിളർക്കപ്പെട്ടതാണെങ്കിൽ അമ്മ ത്രേസ്യയുടെ ഹൃദയം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയമായിരുന്നുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അത് കഴിഞ്ഞു. ഇനി എന്റെ ഹൃദയം ആരോടുള്ള സ്നേഹത്തെ പ്രതി കുത്തിപ്പിളർക്കപ്പെട്ടതാണ്? നമ്മുടെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. മറ്റുള്ളവരുടെ ഹൃദയം കുത്തിപ്പിളർക്കാൻ പോകാതിരുന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ പറയുന്ന ചില വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം ചില സമയത്ത് എന്ത് ചെയ്യപ്പെടും? നമ്മൾ പറയില്ല, കുത്തി നോവിക്കുന്നു, അവൾ എന്നെ കുത്തി നോവിച്ചു. അവനെന്നെ കുത്തി നോവിക്കുന്നവരാകാതിരിക്കുക. പകരം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന ഹൃദയമുണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കുർബാന എന്ന് പറയുന്ന കൂദാശയുടെ അടിസ്ഥാനം ഈശോയുടെ തിരുഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ കൂദാശ ഏതാണ്? കുംഭസാരം എന്ന് പറയുന്ന കൂദാശയാണ്. കുംഭസാരം എന്ന് പറയുന്ന കൂദാശയിൽ നമ്മൾ അനുഭവിക്കുന്ന വികാരമേതാണ്? നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന വികാരമേതാണ്? കരുണ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ അനുതാപം. വെരി ഗുഡ്, ഒന്ന് കൈയടിച്ചു. അനുതാപം നമ്മുടെ ഉള്ളിൽ. നമ്മൾ പാപം ചെയ്തവരാണ്. ശരി, പാപം ചെയ്ത നമുക്ക് എന്തു വേണം? കരുണ വേണം. എവിടെ കിട്ടും? ഏത് മാർക്കറ്റിൽ കിട്ടും? യൂറോപ്പിൽ കിട്ടുമോ? ഇല്ല. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ കിട്ടൂ? അമേരിക്കയിൽ പോയാൽ കിട്ടൂ? ഇപ്പൊ കുറച്ചു പേര് ആഫ്രിക്കയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അല്ലെ, ആഫ്രിക്കയിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇനി ആഫ്രിക്ക മാത്രമായിട്ട് ഒഴിച്ചിടുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ള സഹോദരങ്ങൾ ഇവിടെ വരാറുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് പോകുന്നവരെല്ലാവരും ഗൾഫിലേക്കാണ്, അല്ലെങ്കിൽ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കാണ്. ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എവിടെ കിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി എത്താനുള്ള കരുണ എന്ന് പറയുന്ന പുണ്യം?
അത് ഈശോയുടെ ഹൃദയത്തിൽ കിട്ടും. മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ ഹൃദയം പാപികൾക്ക് വേണ്ടിയുള്ള കരുണയുടെ കൂടാരമാണ് എന്ന്. ഏത് പാപം ചെയ്താലും നമുക്ക് ഓടി വന്ന് സംരക്ഷണം, എന്നെ രക്ഷിക്കണമേ, ഞാൻ ചെയ്തു പോയ പാപത്തിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണമേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാൻ നമുക്കൊരു ഇടമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഇടമെന്ന് പറയുന്നത് ഈശോയുടെ ദിവ്യകാരുണ്യ തിരുഹൃദയമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാരണം എന്താണ്? ഈശോയുടെ തിരുഹൃദയത്തിൽ കുറ്റവിചാരണയില്ല. നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്നാൽ അവരാദ്യം നമ്മൾ എന്ത് ചെയ്യും? കുറ്റവിചാരണ ചെയ്യും. എപ്പോഴാടാ ചെയ്തത്? എത്ര പ്രാവശ്യം ചെയ്തടാ? എന്തിനാടാ ചെയ്തത്? നിനക്ക് വല്ല പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു? ഗൂഢാലോചന നടത്തിയിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ ഒറ്റക്കാണോ ചെയ്തത്? ചെയ്തതിന് ശേഷം, കുത്തിക്കൊന്നതിന് ശേഷം ആയുധങ്ങൾ ഇപ്പൊ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കുറ്റവിചാരണയാണ്. വേറെ ആരെങ്കിലും നിന്നെ പ്രേരിപ്പിച്ചിട്ടാണോ നീ ഈ വൃത്തികേട് കാണിച്ചത്, അല്ലെങ്കിൽ നിന്റെ തന്നെ ഇഷ്ടം കൊണ്ടാണോ? അങ്ങനെ പ്രേരണാ കുറ്റമുണ്ടോ? ഗൂഢാലോചനയുണ്ടോ? ഇല്ലേ? ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഓരോന്നിനും ഗൂഢാലോചനയ്ക്ക് IPC ബസ്സല്ല, ഹല്ലേലൂയ, ഇന്ത്യൻ പീനൽ കോഡ് കേട്ടോ, ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നിന്നെ കുറ്റവിചാരണ ചെയ്യും. കുറ്റവിചാരണ ചെയ്തതിന് ശേഷം പാപത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് എന്ത് ചെയ്യും? ശിക്ഷകൾ വിധിക്കും. അതാണ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ഓടിച്ചെന്നാൽ, നമ്മൾ ഒരു പാപം ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോ, പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോ നടക്കുന്നത് കുറ്റവിചാരണയും ശിക്ഷയുമാണ്. കുറ്റവും ശിക്ഷയും. പക്ഷേ കുമ്പസാരക്കൂട്ടിൽ കുറ്റവിചാരണയില്ല. കുമ്പസാരക്കൂട്ടിൽ ശിക്ഷാവിധിയില്ല. നിങ്ങൾ വിചാരിക്കും ശിക്ഷ പറയുന്നുണ്ടല്ലോ അച്ഛൻ ശിക്ഷയൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശിക്ഷാവിധിയല്ല. എന്താന്ന് പറഞ്ഞുതരാം. കുമ്പസാരക്കൂട്ടിൽ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് ക്ഷമിക്കപ്പെടുകയാണ്. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നീ സുഖപ്പെടുകയാണ്. തകർന്നുപോയ നിന്റെ സ്നേഹബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ കൃപ ലഭിക്കുകയാണ്. കുമ്പസാരക്കൂട്ടിൽ ലഭിക്കുന്ന പരിഹാര പ്രവൃത്തി അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മള് ഒരു പാപം ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാപത്തിന്റെ പേര് പറ. അങ്ങനെയൊന്നുമില്ല അച്ഛൻ, ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ? പരദൂഷണം. ഹല്ലേലൂയ. താങ്ക് യു ചേട്ടൻ വന്നതിന് നന്ദി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആവട്ടെ, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് പറയുക. അപ്പോൾ നമ്മൾ ആ ഒരു പാപം ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പരദൂഷണം പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിലും വലുതൊക്കെ ഉണ്ടോ? ഓക്കെ. അപ്പോ അച്ഛൻ പറയാണ് 3 സ്വർഗസ്വനായ എല്ലിക്കും. അച്ഛൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ കുറ്റം പറഞ്ഞ് ഒരാളെ നശിപ്പിച്ചു, അയാളുടെ പേര് ദോഷം വരുത്തി. വെറുതെ കുറ്റം പറയുക മാത്രമല്ല, അയാൾ തോന്നിവാസിയാണ്, അയാൾ പെണ്ണ് പിടിക്കുന്നവനാണ്, അയാൾക്ക് അവിടെ ഇവിടെയും ബന്ധമുണ്ട്, അയാൾ ആള് ശരിയല്ല, അയാൾ പോക്കാണ്, അല്ലെങ്കിൽ അവള് ശരിയല്ല, അവൾ ആള് പുറമെ കാണുന്ന പോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ തേച്ചൊട്ടിച്ചു എന്ന് വിചാരിക്കുക, ഒരു പരിവാക്കി. എന്നിട്ട് നമ്മൾ വന്ന് കുമ്പസാരിക്കുകയാണ്. 3 സ്വർഗസ്വനായ എല്ലികൾ. നല്ല എളുപ്പമായി പോയല്ലോ. എന്തു വേണേലും ചെയ്യാം, ഒരു കൊന്ത എല്ലിയാൽ മതി. സ്വർഗസ്വനായ ഒരെണ്ണമല്ല അച്ഛൻ, ഞാൻ ഒരു ജപമാല ചൊല്ലിയാക്കാം. കൊന്നാ പാവം, തിന്നാ തീരുവോ? പിന്നെ എങ്ങനെ ഇതിന് പരിഹാരമാവും? പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പാപം മൂലം നമുക്ക് സംഭവിച്ചത് എന്താണ്? പാപത്തിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് അകന്നുപോയി, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി.
ധൂർത്തപുത്രൻ പാപം ചെയ്തു എന്നുള്ളതല്ല, അവൻ അവന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇനി അതിന്റെ പാപത്തിന്റെ പരിഹാരം എന്താണ്? ഇറങ്ങിപ്പോയവൻ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ് പാപത്തിന്റെ പരിഹാരം. ഈശോയുടെ തിരുഹൃദയം നമുക്ക് മുൻപിൽ വെച്ച് നീട്ടുന്നത് ആ സാധ്യതയാണ്. നീ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണോ? ദൈവസ്നേഹത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി, നിന്റെ സഹോദരനോടുള്ള സ്നേഹത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. അങ്ങനെ തകർന്നു പോയ സ്നേഹബന്ധങ്ങൾ, സ്കാറ്റേർഡ് ഹാർട്ട്, സ്കാറ്റേർഡ് റിലേഷൻഷിപ്സ്, തകർന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതിനുള്ള കൃപയൊഴുകുകയാണ് കുമ്പസാരക്കൂട്ടിൽ നിന്ന്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നത്. തകർന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള കൃപയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത പങ്കാളി, ഭാര്യയോ ഭർത്താവായിക്കൊള്ളട്ടെ, ഞാൻ ദാമ്പത്യ അവിശ്വസ്തതയിൽ ജീവിച്ചു എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുന്നവൻ, അവന് കിട്ടുന്ന, ഞാൻ എൻ്റെ ഭാര്യയോട് വിശ്വസ്തത പുലർത്തിയില്ല, എനിക്ക് തെറ്റായ ബന്ധങ്ങളിൽ ഞാൻ ജീവിച്ചു പോയി. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതം ഒരു പറയുന്നത് കൊണ്ട് ക്ഷമിക്കണം, സഹോദരി പറയാണ്, പക്ഷെ എൻ്റെ ജീവിതം ഇപ്പൊ എൻ്റെ അച്ഛോ ഒരു വ്യഭിചാരിയുടെ ജീവിതം പോലെയാണ്. മൈ ലൈഫ് ഈസ് ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട് നൗ എന്ന് ഒരാൾ തുറന്നു പറയുകയാണ്. പലതരത്തിലുള്ള ലൈംഗിക അപരാധങ്ങള്, പാപങ്ങള് നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന സാഹചര്യമാണ്. പലരുമായി അവിഹിത വീഴ്ചകളാണ്, ബന്ധങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, തകർന്നുപോയ സ്നേഹബന്ധം, തകർന്നുപോയ ഹൃദയം, ഈ ഹൃദയത്തെ ആര് കൂട്ടിയോജിപ്പിക്കും? എവിടെ നിന്നുള്ള സ്നേഹാഗ്നിജ്വാല നിന്നെ കൂട്ടിയോജിപ്പിക്കും? എവിടെ നിന്നൊഴുകുന്ന തൈലം, സ്നേഹത്തിന്റെ ആ കൃപയുടെ ഒഴുക്ക് എവിടെ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് വരും? അതുകൊണ്ടാണ് പറയുന്നത്, കുമ്പസാരക്കൂട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കൃപ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയെത്തുന്ന കൃപയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി ഏത് കൂദാശയാണുള്ളത്? രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ. അതെന്തിനു വേണ്ടിയുള്ള കൂദാശയാണ്? രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള കൂദാശയാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അച്ഛൻ്റെ അപ്പച്ചൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ അപ്പച്ചൻ പറയുമായിരുന്നു, മോനെ എനിക്കൊരു രോഗിലേപനം തന്നിട്ട് പോകുന്നു. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ രോഗിലേപനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്. വീട്ടിൽ എന്തെങ്കിലും മീൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതാ. ഹല്ലേലൂയ. ചക്ക വറുത്തതോ വരട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അപ്പച്ചൻ അങ്ങനെ ചക്ക വറുത്തതും ചക്ക വരട്ടിയൊക്കെ വെക്കുമായിരുന്നു. അത് ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പോയ ആളോട് പറയാണ് രോഗിലേപനം തന്നിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, രോഗിലേപനം എന്ന് പറയുന്നത് മരിക്കാനുള്ള കൂദാശയല്ല, നിന്നെ ജീവിപ്പിക്കാനുള്ള കൂദാശയാണ്. മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് നിന്റെ ജീവന്റെ തീരത്തേക്ക്, ഈശോയുടെ തിരുഹൃദയമാണ് ജീവന്റെ തീരം എന്ന് പറയുന്നത്, നിന്റെ ജീവന്റെ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഈശോയുടെ കരുണയുള്ള തിരുഹൃദയം. രോഗികളുടെ നേരെ കരുണയുള്ള ഹൃദയമുണ്ടായിരുന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ, അവൻ ഈശോയോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഈശോ കണ്ടു, അവന്റെ കൈ ശോഷിച്ചിരിക്കുകയാണ്, അവന്റെ കൈ ശോഷിച്ചിരിക്കുകയാണ്. ആരും ഈശോയോട് പറഞ്ഞിട്ടില്ല, ഈശോ അവന്റെ കൈ ശോഷിച്ചിരിക്കുകയാണ്, ഒന്ന് സുഖപ്പെടുത്തി കൊടുക്കും. അവനും ചോദിച്ചിട്ടില്ല, അവനിത് മാറുമെന്ന് വിശ്വാസവും. എന്നിട്ടും ഈശോയുടെ ഹൃദയം അവന്റെ ഹൃദയത്തിന് നേരെ അലിയുകയാണ്. അവനോട് പറയാണ്, മോനെ നടുക്ക് വന്ന് നിൽക്കടാ, ശരി കൈ നീട്ടടാ. കൈ നീട്ടി, അവന്റെ കൈ സുഖപ്പെട്ടു, വീട്ടിൽ പോടാ. രോഗികളുടെ നേരെ അലിയുന്ന ഹൃദയമാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ.
പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചില ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, രോഗം മാറാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത്, പക്ഷേ ഞാൻ ഇവിടെ വന്ന് ആ ഗേറ്റിന്റെ അവിടെ കുത്തിയപ്പോ തന്നെ എന്റെ രോഗം മാറി. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് വേറെ നിയോഗത്തിനൊക്കെയാണ്, വീട് കിട്ടാനും സ്ഥലം കച്ചവടം നടക്കാനും മക്കളുടെ വിവാഹം നടക്കാനും ജോലി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ്, ഭർത്താവിന്റെ കള്ളുകൂടി മാറാനും ഒക്കെയാണ് പ്രാർത്ഥിക്കാൻ വന്നത്. പക്ഷെ ആ കാല് കുത്തിയപ്പോൾ തന്നെ എൻ്റെ കൈവേദനയും കാലുവേദനയും ഒക്കെ മാറി. രോഗികളുടെ നേരെ അലിയുന്ന ഹൃദയമാണ്. ഈശോ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ അവിടെ 18 വർഷമായി കൂനുള്ള സ്ത്രീയാണ്. നമ്മള് ബൈബിൾ പരിശോധിക്കുമ്പോ മനസ്സിലാകും, ഈ കൂനുള്ള സ്ത്രീ ഈശോയോടൊന്നും പറഞ്ഞിട്ടില്ല, ഈശോയെ 18 കൊല്ലമായി കുനിഞ്ഞു നടക്കുന്നു, എന്നെ ഒന്ന് നിർത്തിത്താ പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ ഈശോയെ ഇവൾക്ക് 18 കൊല്ലമായി കുനിഞ്ഞാണ് നടക്കുന്നത്, ഒന്ന് നിർത്തി കൊടുക്കുന്നു പറഞ്ഞോ? 18 കൊല്ലമായി കുനിഞ്ഞു നടക്കുകയാണെങ്കിൽ ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. അല്ലേ? ചില ആൾക്കാർ പറയും, അച്ഛൻ ഇത് 10-25 കൊല്ലമായതാണ് അച്ഛൻ, അത് വിട്ടേ അച്ഛൻ, അത് ചിന്തിക്കണ്ട അച്ഛൻ, മറ്റേ കാര്യം നോക്ക്, അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം അലിയുകയാണ് രോഗികൾക്ക് നേരെ. പിന്നെ ചോദിച്ചപ്പോ അലിഞ്ഞതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അച്ഛൻ 2-3 ഉദാഹരണം പറഞ്ഞാണ്. പിശാച് ബാധിതനെ കണ്ടു കഴിഞ്ഞപ്പോ ഈശോയുടെ ഹൃദയം അലിയുകയാണ്. പിശാച് ബാധിതൻ വന്നിട്ട് എന്താ ഈശോയോട് പറഞ്ഞത്? കർത്താവേ, ദയവ് ചെയ്തു എന്റെ കാര്യത്തിൽ ഇടപെടരുത്, നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ അപ്പുറത്തെ വഴി കൂടെ പോയിക്കോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിന്റെ മുമ്പിലുള്ള വഴി കൂടെ വരേയില്ല, പോസ്റ്റ് ഓഫീസിന്റെ വഴി അപ്പുറത്ത് വേറെ വഴിയുണ്ട്, അതിലേ പോയിക്കോളാം. ഹല്ലേലൂയ. ഒരു സഹോദരി പറയായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് ആകർഷണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുമ്പിൽ കൂടെ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്, വീട്ടിൽ നിന്നാകുന്നില്ല. അപ്പൊ ഇതിലെ ഇങ്ങോട്ട് ആകർഷണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുരിശിന്റെ ഇപ്പുറത്തെ വശം ചേർന്നാണ് വരുന്നതെങ്കിൽ ആ ജംഗ്ഷൻ എത്തുമ്പോൾ അപ്പുറത്തെ വശം ചേർന്ന് നടക്കും, കുരിശിന്റെ സ്പർശനം ഉണ്ടാവരുത്. ഒരു ദിവസം അപ്പുറത്തെ വശത്തേക്കൂടെ നടന്നപ്പോ ഒരു കനാലുണ്ടായിരുന്നു, അതിൽ വീണു. അപ്പൊ വീണ് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് നേരെ നോക്കിയപ്പോ കുരിശ്. ഹല്ലേലൂയ. പിന്നെ അങ്ങനെയാണ് അച്ഛൻ ഇവിടെ വരാൻ തുടങ്ങിയത്. കനാല് മൂടിക്കളഞ്ഞവര് ദുഷ്ടന്മാര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചാണ്. നിന്റെ സഹനങ്ങൾ, നിന്റെ രോഗങ്ങൾ കർത്താവിന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോ നിന്റെ രോഗങ്ങൾക്ക്, നിന്റെ സഹനങ്ങൾക്ക് എന്ത് ലഭിക്കും? ശമനമുണ്ടാകും. നിന്റെ സഹനത്തെ സഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്, ചേർത്ത് വയ്ക്കുന്നതിനെയാണ് രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ എന്ന് വിളിക്കുന്നത്. എന്താണ് രോഗിലേപനം എന്ന് പറയുന്ന കൂദാശ? നിന്റെ സഹിക്കുന്ന ഹൃദയത്തെ, നിന്റെ രോഗാതുരമായ ഹൃദയത്തെ, ശരീരത്തെ, മനസ്സിനെ ഈശോയുടെ ആ സഹിക്കുന്ന, മുൾമുടി ചൂടിയ, പിളർന്ന് രക്തം വാർന്നൊഴുകുന്ന, സഹിക്കുന്ന, മരിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിനക്ക് ജീവന്റെ സമൃദ്ധി ലഭിക്കുമെന്നാണ് രോഗിലേപനം എന്ന കൂദാശയുടെ അർത്ഥം. അതാണ് ഈ കൂദാശയിലൂടെ കൃപയൊഴുകുന്നു എന്ന് പറയുന്നത്. അതായത് നിന്നെ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്ന കൂദാശയാണ് തിരുഹൃദയം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആറാമതായി ഏതാണ് കൂദാശ? തിരുപ്പട്ടം എന്ന് പറയുന്ന കൂദാശ. നമുക്കറിയാം, മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള വിളിയാണ് തിരുപ്പട്ടം. വിയാനി പുണ്യവാളൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദ പ്രീസ്റ്റ്ഹുഡ് ഈസ് ദ ലവ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. പൗരോഹിത്യം എന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹമാണെന്ന്. എന്താണ് പൗരോഹിത്യം? ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹമാണ് പൗരോഹിത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂദാശ ഒരുവന്റെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അതുകൊണ്ട് ഈശോയെ പോലെ സ്നേഹിക്കാനും, ഈശോയെ പോലെ ഇടയനായി തീരാനും, തന്റെ ജനത്തിനു വേണ്ടി ത്യാഗമെടുക്കാനും ശക്തി ലഭിക്കുകയാണ്. ആരാണ് പുരോഹിതൻ? അവൻ ഇടയനാണ്.
തന്റെ ജനത്തിനു വേണ്ടി അവൻ ഇടയനാണ്. അവൻ ഇടയൻ ജനത്തെ സ്നേഹിക്കണം, ത്യാഗമെടുത്ത് സ്നേഹിക്കണം. ത്യാഗമെടുത്ത് ജനത്തെ സ്നേഹിക്കാനുള്ള ആ സ്നേഹം അവൻ എവിടെ നിന്ന് കിട്ടും? ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ കൃത്യം 12 മണിക്ക് അച്ഛൻ ഇന്നലെ എത്തിയത് 11:30. അച്ഛൻ കിടക്കാൻ പോകുന്നതിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി കിടക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഇവിടെ ഒരു മുട്ട്. അച്ഛൻ സമയം നോക്കി, 12 മണി. കർത്താവേ, 12 മണിക്ക് സാധാരണ രീതിയിൽ ആരാ മുട്ടുന്നത്? ഇല്ലേ? 12 മണിക്ക് മുട്ടുന്ന ചില ആളുകൾ. അപ്പൊ അച്ഛൻ CCTV നോക്കി, ആരെയും കാണുന്നില്ല. കർത്താവേ, കാണാൻ പറ്റാത്ത ആളാണല്ലോ മുട്ടുന്നത്. ഭയങ്കര മുട്ട്, നല്ല ശക്തിയുള്ള ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവര് കോളിംഗ് ബെല്ലാണെന്ന് വിചാരിച്ച് സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട്. അച്ഛന് CCTV കാണാം. കോളിംഗ് ബെല്ലാണെന്ന് വിചാരിച്ച് അപ്പൊ ലൈറ്റ് തെളിയുന്നു, ഓഫ് ആവുന്നു. ഇവിടെ കോളിംഗ് ബെല്ലില്ല. നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, രാത്രി വന്ന ബെല്ലടിക്കാൻ നോക്കണ്ട, പകല് വന്നാലും ബെല്ലടിക്കാൻ നോക്കണ്ട, ബെല്ലില്ല. ഹല്ലേലൂയ. എന്തായാലും അപ്പൊ അച്ഛൻ വിചാരിച്ചു, ആ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ അല്ലേ. അപ്പൊ അത്ര അച്ഛന് ധൈര്യം ഉള്ളതുകൊണ്ട് അച്ഛൻ ആ വാതില് തുറന്നില്ല. അല്ല, നമുക്ക് നിങ്ങളെപ്പോലെ തന്നെയാണല്ലോ. അച്ഛൻ ഇതിലേ വന്നു, എന്നിട്ട് ഇതിലേ തുറന്ന് നോക്കി. ലൈറ്റൊക്കെ, എല്ലാ ലൈറ്റും ഇട്ടു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇരുട്ടത്ത് നടക്കണ്ടല്ലോ, വെട്ടത്ത് നടക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരൊരു കുടുംബം, ഇവിടെ അടുത്ത് നിന്നൊരു കുടുംബം രാത്രി ഓട്ടോറിക്ഷ വിളിച്ച് വന്നിരിക്കാം. ആ കുടുംബത്തിലെ മകന് രാത്രി എന്തോ ഒരു ഭയം എന്നിവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഭയം, മനസ്സിനൊരു ഭയം. ആ ഭയം മാറുന്നില്ല. അപ്പൊ ആ ഭയം മാറാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വിഷമം ഇങ്ങനെ കൂടി വരികയാണ്. 12 മണിക്ക് ഓട്ടോറിക്ഷ വിളിച്ച് ആവിലയിൽ പോവാം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അച്ഛനെ വിളിക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കാം. അച്ഛൻ ചോദിക്കട്ടെ. അപ്പൊ അച്ഛൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ചേട്ടൻ സുഖമായിട്ട് അവര് മടങ്ങിപ്പോയി, സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആ വിളിയോട് പ്രതികരിക്കുന്നില്ല എന്ന് കരുതുക. പ്രതികരിക്കാതെ പിന്നെ 12 മണിക്കാണ് വിളിക്കാൻ വന്നിരിക്കുന്നത്, വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിച്ച് വാതിലും പൂട്ടി കിടന്നു എന്ന് വിചാരിക്കുക. അച്ഛനൊരു കാര്യം പറയാം. 5 മണിയായാലും 12 മണി മുതൽ 4:45 അച്ഛൻ്റെ അലാം അടിക്കും. അതുവരെ ആയാലും നമുക്കെന്ത് വരില്ല? ഉറക്കം വരില്ല. കാരണം അങ്ങനെയാണ്. ഈശോ നമ്മുടെ ഹൃദയത്തെ വിളിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ഉപമയില്ലേ? ഒരു ഉപമയില് രാത്രി വന്ന് സ്നേഹിതം വിളിച്ചു എന്നാണ് പറയുന്നത്. സ്നേഹിതം വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റെങ്കിലും അയാൾ പറയുകയാണ്, എനിക്കിപ്പോ എഴുന്നേറ്റ് നിനക്ക് ഭക്ഷണം എടുത്തു തരാൻ നിവൃത്തിയില്ല. കാരണം പറയുന്നത് എന്താണ്? എൻ്റെ മക്കള് കൂടെ കിടക്കുന്നുണ്ട്, വീട്ടുകാരൊക്കെ ഉണ്ട്, അപ്പനും അമ്മയും ഭാര്യയൊക്കെ ഉണ്ട്. എനിക്ക് അവരവിടെ കിടക്കുന്നുണ്ടെങ്കിൽ തനിക്ക് എഴുന്നേറ്റ് കൊടുത്താൽ എന്താണോ? അല്ലേ? ഇല്ല, അവരൊക്കെ കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരും. നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അപ്പുറത്ത് ജോൺസൺ അച്ഛൻ കിടക്കുന്നുണ്ട്, കൂർക്കം വിളിച്ചുറങ്ങാണ്. ഹല്ലേലൂയ. അപ്പൊ ആരും എഴുന്നേക്കൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും പ്രവേശിക്കാൻ നിങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കുക എന്നുകൂടെ ഈ സമയത്ത് അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇല്ലേ? അവിടെ നീറ്റ് കോഴ്സിന് പോ, ഇവിടെ നീറ്റ് അല്ലാത്ത കോഴ്സിന് പോ, അങ്ങനെ ഇതിന് പോവാന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പ്രയോറിറ്റിയോടുകൂടെ സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, ഇപ്പോ റിസൾട്ടൊക്കെ വന്ന് എവിടെ അഡ്മിഷൻ എടുക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ, അല്ലേ? ഒരു അഡ്മിഷനും കിട്ടാതെ ആയപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്തോ എനിക്ക് സെമിനാരിൽ പോണം. എന്താണ് ഇപ്പൊ അങ്ങനെ തോന്നുന്നത്? റിസൾട്ട് വന്നിട്ട് 2 മാസമായില്ല. അച്ഛാ, അത് തോന്നാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ എല്ലാ സ്കൂളിലും പോയി ചോദിച്ചു, ആർക്കും എന്നെ വേണ്ട. അപ്പോ കർത്താവ് പറഞ്ഞു, അവൻ എടുത്തോളം.
ആർക്കും വേണ്ടാത്തവരാർക്ക് വേണം? ഈശോയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ അച്ഛന്മാരായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതോട് ചേർന്നുള്ള മറ്റുദാഹരണങ്ങൾ അച്ഛൻ അടുത്ത ആഴ്ച പറയും. ഇപ്പൊ ഏതാണ്ട് സമയമായിക്കൊണ്ടിരിക്കാം. അവസാനമായി ഏതാണ്? കൂദാശ ഇല്ലേ? എന്നാലും അത് പറഞ്ഞേക്കാം, അച്ഛനത് പറയാതെ പറ്റുന്നില്ല. നിങ്ങൾ വിശുദ്ധ കമേലിയൂസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളുടെ ചുങ്കക്കുന്നിലൊരു ആശുപത്രി ഇല്ലേ? ആശുപത്രിയുടെ പേരെന്താണ്? അത് തന്നെ ആള്. ആ കമീലിയൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ, ആ വിശുദ്ധൻ സ്ഥാപിച്ച സഭ, ആ സഭയിലെ അംഗങ്ങളാണ് ആ ആശുപത്രി നടത്തുന്നത്. ക്യാൻസർ വരുമ്പോ പാലിയേറ്റീവ് ആവുമ്പോ മാത്രം അത് നോക്കിയാൽ പോരാ. ഹല്ലേലൂയ. യെസ്, പറഞ്ഞു വരട്ടെ. ഈ വിശുദ്ധൻ 6 അടി പൊക്കവും, അദ്ദേഹത്തിന്റെ പൊക്കം 6 അടി 6 ഇഞ്ച് പൊക്കം. ആലോചിച്ച് നോക്കിയേ, ഇവിടെ 6 അടി 6 ഇഞ്ചുള്ള ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? നല്ല പൊക്കവും നല്ല തടിയും ഉണ്ടായിരുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ അമ്മ നേരത്തെ മരിച്ചു. ഇദ്ദേഹം ജനിക്കുന്നത് 1550-ലാണ്. ഇദ്ദേഹത്തിന്റെ അമ്മ നേരത്തെ മരിച്ചതുകൊണ്ട് അത്യാവശ്യം അമ്മയില്ലാതെ വളരുന്ന മക്കൾക്ക് ചില ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പനാണെങ്കിൽ പട്ടാളത്തിൽ, അമ്മ മരിച്ചു. അങ്ങനെ ഇദ്ദേഹവും പട്ടാളത്തിലായി. നല്ല ഒന്നാം തരം തെമ്മാടി, ആ പൊക്കത്തിനും തടിക്കും അനുസരിച്ചുള്ള ഗുണ്ടായിസമുള്ള ഒരാള്. അങ്ങനെ പട്ടാളത്തിൽ ചേർന്നപ്പോൾ കാലിൽ ഒരു വലിയ കുരു വന്നു. ഈ കുരു വന്നത് ചികിത്സിക്കാൻ വേണ്ടി റോമിലുള്ള ഹോളി സ്പിരിറ്റ് ആശുപത്രി, ടൈബർ നദിയുടെ തീരത്തുള്ള ഹോളി സ്പിരിറ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കി. ആശുപത്രിക്കാര് ഇദ്ദേഹത്തിന്റെ തോന്നിവാസം മൂലം ഇദ്ദേഹത്തെ പുറത്താക്കിയ ഒരു ആശുപത്രിയിൽ തനിക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞു അഡ്മിറ്റ് ആയിട്ടുള്ള രോഗിനെ എടുത്ത് കട്ടിലോടെ പുറത്തേക്ക് ഇട്ടു. അപ്പൊ സ്വഭാവം എന്താണെന്ന് ബാക്കിയുള്ളത് ഊഹിച്ചാൽ മതി. അതുപോലെ സ്വഭാവം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് മാനസാന്തരപ്പെട്ട് പിന്നീട് അദ്ദേഹം, ചുരുക്കി പറയാണ്, മാനസാന്തരപ്പെട്ടതിനൊക്കെ കഥകളുണ്ട്. ഇദ്ദേഹം ഇതേ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുകയും അവിടെ ശുശ്രൂഷകനായി തീരുകയും ആ ആശുപത്രിയുടെ ഡയറക്ടറായി മാറുകയും ചെയ്തു. അതിനുശേഷം ഒരു സന്യാസ സഭ സ്ഥാപിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്യാസ സഭ സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണമാണ് 1598 ഡിസംബർ മാസം 23-ാം തീയതി പതിവില്ലാത്ത വിധം പെരുമഴ പെയ്യുകയാണ് റോമിൽ. നമ്മൾ 2018 കണ്ടതുപോലെയുള്ള ഒരു പെരുമഴ പെയ്യുകയാണ്. ഇരുട്ടി ഒക്കെ മുങ്ങിപ്പോയ 2013 19 ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പെരുമഴ പെയ്യുകയാണ്. 23-ാം തീയതി രാത്രി റോമിന്റെ പാതയോരങ്ങൾ ഇങ്ങനെ മഴ പെയ്ത് ഒരു മലവെള്ളപ്പാച്ചിൽ നടക്കുകയാണ്. വെള്ളമൊഴുകി ടൈബർ നദിയിലേക്ക് ചെന്നെത്തുന്നുണ്ട്. അന്ന് പിറ്റേ ദിവസം കാലത്ത് ഡിസംബർ 23-ാം തീയതി കമീലിയൂസ്, അദ്ദേഹത്തിന് കാലിൽ മുറിവുണ്ട്, വയറ്റിൽ അൾസർ രോഗമുണ്ട്, ചികിത്സിക്കാൻ പറ്റാത്ത രോഗപീഠയാണ്. അദ്ദേഹം ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കാൻ പതിവ് പോലെ എത്തുകയാണ്. സ്ഥിതിഗതികൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രോഗികളെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റണം. കുറച്ച് രോഗികളൊക്കെ മാറ്റി. ബാക്കിയുള്ളവർ പറഞ്ഞു, അച്ഛ, കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, അതാ നദി ഇങ്ങനെ കുറച്ച് അറ്റം വരെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് വരെ വന്നിട്ട് അത് ഇറങ്ങിപ്പോവും. 2-3 പ്രാവശ്യം അങ്ങനെ വന്നാണ്. നമ്മൾ ഈ രോഗികളെ ഒന്നും ചുമന്ന് മുകളിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല. കുറച്ചു പേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റി. വൈകുന്നേരമായപ്പോൾ ഉച്ചയായപ്പോഴേക്കും ഇദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. എല്ലാവരെയും കയറ്റിക്കോ, ഫസ്റ്റ് ഫ്ലോറിൽ സ്ഥലമില്ല. പിന്നെ ഉള്ളത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇത്തിരി കാശ് കൂടിയവർക്കുള്ള സ്ഥലമാണ്. നോബിൾസും അച്ഛന്മാരും ഒക്കെ രോഗികളായിട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ രാജകുടുംബത്തിലുള്ളവരെയൊക്കെ കിടത്താനുള്ള സ്ഥലമാണ്. ഇങ്ങോട്ടൊന്നും ഇവരെ കയറ്റാൻ പറ്റില്ല എന്ന്, ചീഞ്ഞെളിഞ്ഞ് കിടക്കുന്നവരെ ഒന്നും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് മുകളിൽ കിടക്കുന്നവർ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ. മലവെള്ളപ്പൊക്കമാണെങ്കിലും മനസ്സ് മാറാത്തവരുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലോറിൽ കഴുത്തിനൊപ്പം വെള്ളം, അരക്കൊപ്പം വെള്ളം കയറി രോഗികള് എന്ത് ചെയ്യണം? കിടപ്പ് രോഗികള്, ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നവരൊക്കെ ഉണ്ട്. ജീവനക്കാർ ഓടിക്കളഞ്ഞു.
ഓടാൻ പറ്റുന്നവർ ഓടി, ഓടാൻ പറ്റാത്തവരെന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഇതാണ് പൗരോഹിത്യത്തിന്റെ ഹൃദയമെന്ന് പറയുന്നത്. ഈ കമീലിയസ് എന്ന് പറയുന്ന ഈ വിശുദ്ധനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസികളും ഈ വെള്ളത്തിലേക്ക്, നിങ്ങൾക്കറിയാം റോമാണ്, ഡിസംബർ മാസമാണ്, തണുത്ത് മരവിച്ചാണ് ഈ വെള്ളം ഒലിച്ചു വരുന്നത്. തണുത്ത് കിടക്കുന്ന വെള്ളമാണ്. ഈ തണുത്തുള്ള വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ട് തൻ്റെ തോളില് കഴുത്തിന് മുകളിൽ രോഗികളെയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് രക്ഷപ്പെടുത്തുകയാണ്. 200 രോഗികൾ ഉണ്ടായിരുന്നു. ചരിത്രം കണ്ടിട്ടുള്ള ഈ രക്ഷാകര പ്രവർത്തനത്തിന്റെ ഏറ്റവും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ചരിത്രമാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാള് പോലും ആ മലവെള്ളപ്പൊക്കത്തിൽ ആ ആശുപത്രിയിൽ മരിക്കാതെ 200 രോഗികളെയും ചുമന്ന് മുകളിലേക്ക് കയറ്റിയ ഒരു മനുഷ്യന്റെ ചരിത്രമാണ് വിശുദ്ധ കമീലിയൂസിന്റെ ചരിത്രം. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ചുങ്കക്കുന്ന് വഴി കൊട്ടിയൂര് വഴി പോകുമ്പോൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ആശുപത്രി കാണുമ്പോൾ ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈശോയുടെ ഹൃദയം പോലെ ഹൃദയമുണ്ടായിരുന്ന ഒരു വൈദികൻ, പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം എന്ന് പറയുന്ന കൂദാശ നമുക്ക് കൈ വെച്ചുമാറുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. ഒടുവിൽ, ഇനി ഇത് പറയാതെ പോകാൻ പാടില്ലല്ലോ, വിവാഹമെന്ന് പറയുന്ന കൂദാശ എങ്ങനെയാണ് ആ കൂദാശയുടെ ഉറവിടം ഈശോയുടെ തിരുഹൃദയമാകുന്നത്? അല്ലേ? വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ ഉറവിടം തിരുഹൃദയമാകുന്നത് എങ്ങനെയാണെന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരും കല്യാണം കഴിച്ചിട്ടുള്ളവരും കേൾക്കുക, ബാക്കിയുള്ളവർക്ക് പോകാം. അച്ഛന്മാരാകാനുള്ളവർക്കൊക്കെ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്ത്രീയും പുരുഷനും ഇടയിലുള്ള പൂർണ്ണമായ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഉടമ്പടിയാണ് വിവാഹമെന്ന് പറയുന്നത്. ക്രിസ്തുവിന് സഭയോടെന്നതുപോലെ മനുഷ്യന് പരസ്പരം സ്നേഹത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കുന്ന കൂദാശയാണ് വിവാഹം. മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പ്രത്യേകതയാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. ബെഞ്ചിങ്, ക്യൂവിലിരുത്തിയിരിക്കുക, ഗോസ്റ്റിംഗ്, തേച്ചൊട്ടിക്കുന്ന പ്രണയമാണ്, ക്യൂവിലിരുത്തുന്ന. ഹല്ലേലൂയ, അല്ലേ? പിന്നെ ഒരു വാക്ക് ഈ അടുത്ത് ഭയങ്കര ഫേമസ് ആയല്ലോ, പോക്കി. പോക്കിയാണോ പൂക്കിയാണോ മോളെ? പൂക്കിയാണ്. ഓക്കെ, സോറി, സ്പെല്ലിങ് മാറിപ്പോ. പൂക്കി അല്ലേ, ഓക്കിയാണോ? രണ്ടും കൂടി ചേർന്നതാണ്. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ സ്നേഹം ബലഹീനമാണ്, ലിമിറ്റഡ് ആണ്. നിനക്ക് പക്ഷേ വിവാഹത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? സുഖത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ, നിരുപാധികമായി സ്നേഹിക്കാമെന്ന് ബലഹീനനായ മനുഷ്യൻ പറയുകയാണ്. മനുഷ്യന് അങ്ങനെ ബലഹീനതകളില്ലാതെ സ്നേഹിക്കാൻ കഴിയുമോ? മനുഷ്യൻ ബലഹീനനാണ്. ബലഹീനനായ മനുഷ്യനെ ബലമുള്ളതാക്കി മാറ്റുന്നതാണ് തിരുഹൃദയത്തിൽ നിന്നൊഴുകിയെത്തുന്ന കൃപ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. കുടുംബജീവിതത്തിന്റെ നൗക ഈ ലോകത്തിന്റെ കാറ്റിലും കോളിലും, അല്ലേ, അപരന്റെ സ്വഭാവ രീതികളാകുന്ന കാറ്റും കോളും, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളാകുന്ന കാറ്റും കോളും. അച്ഛൻ കഴിഞ്ഞ ദിവസം പഞ്ചാബിന് പോയപ്പോ എയർപോർട്ടിൽ ഒരു മകനെ കണ്ടു. അവനോട് ചോദിച്ചു, അപ്പൻ വീട്ടിലുണ്ട്, അമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളുകളായി, ഒരു 5-8 വർഷമായി, കുറച്ച് നാളുകൾക്ക് മുമ്പ് അപ്പനെയും ഈ 2 മക്കളെയും ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയി. ഇവൻ ഇപ്പോൾ ഒരു മുതിർന്ന മകനാണ്. അവന്റെ കല്യാണം കഴിഞ്ഞു, അവന് കുട്ടിയായി.
അവൻ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഉത്തരമില്ലെന്നേ. അമ്മക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ അവൻ ഉത്തരമില്ല. അമ്മ എവിടെയാണെന്ന് അവൻ അറിയില്ല. ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാം, എവിടെയോ ആരുടെയോ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരമ്മയുണ്ടെന്നറിയാം. അപ്പനെയും ഈ രണ്ട് മക്കളെയും ഉപേക്ഷിച്ച് അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. യെസ്, പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ നൗക കാറ്റിലും കോളിലും പെട്ട് ഇങ്ങനെ ആടിയുലയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. നിന്റെ ജീവിത നൗകയുടെ നൗങ്കൂരം, ആങ്കറിങ്, നിന്റെ ജീവിത നൗകയെ നീ എവിടെ കൊണ്ട് വലിച്ചു ചെന്ന് കെട്ടും? നിനക്ക് വലിച്ചു കെട്ടി ഉറപ്പിക്കാൻ ആടിയുലയാത്ത ഒരിടം വേണം, നങ്കൂരമിടാൻ ഉറപ്പുള്ള ഒരിടം വേണം. ആ നങ്കൂരമിടാനുള്ള ഇടമാണ്, സ്ഥലമാണ് ഈശോയുടെ തിരുഹൃദയം. നിന്റെ കുടുംബ ജീവിതമാകുന്ന കൂദാശയിലേക്ക്, നിന്റെ വിവാഹം എന്ന കൂദാശയിലേക്ക്, ഇതാ ആ കൂദാശയിലേക്ക് ഒഴുകിയെത്തുന്ന കൃപ എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള കൃപയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സഭാപിതാക്കന്മാര് പറഞ്ഞത്, ഈശോയുടെ തിരുഹൃദയം കൂദാശകളുടെ ഉറവിടമാണ്. ഈ 7 കൂദാശകൾ എന്ന് പറഞ്ഞാൽ സഭ, ഉദാശകൾ എന്ന് പറയുന്നത് സഭയാണ്. അതിനാദ്യം പറഞ്ഞില്ലേ, ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ മാറ് വിളർന്ന ദൈവം അവിടെ നിന്ന് അവന് ചേർന്ന മണവാട്ടിയായ ഹവ്വയെ രൂപപ്പെടുത്തിയതുപോലെ കുരിശിൽ മയങ്ങിക്കിടന്ന് ക്രിസ്തുവിന്റെ മാറ് വിളർന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് രക്തമെടുത്ത്, ജലമെടുത്ത്, അഗ്നിയെടുത്ത്, സ്നേഹമെടുത്ത് സഭയെന്ന് പറയുന്ന ക്രിസ്തുവിന് ചേർന്ന മണവാട്ടിയെ രൂപപ്പെടുത്തി തന്നിരിക്കുകയാണെന്നേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇനി മുതൽ ഓരോ കൂദാശയിലും പങ്കെടുക്കുമ്പോ അവിടെ ഈ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഒരഭിഷേകത്തെ, കൃപയെ ധ്യാനിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. കണ്ണുകളടക്കം.